എല്ലാ സജ്ജനങ്ങളായ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് 16-ാം ദശകം നാരായണാവതാരവും ദക്ഷയാഗവും എന്ന 16-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വൈജ കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേജ വൈരഭിശുനേ സ്വസുതാം വ്യമാനീത്. ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വൈജ കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേജ വൈരഭിശുനേ സ്വസുതാം വ്യമാനീത്. ദക്ഷഃ തു ധാതുഃ അതിലാളനയാ രജോന്ധഃ നാത്യാദൃതഃ ത്വയി ച അശാന്തിഃ ആസീത് കഷ്ടം യേന സഹ ഭവത്തനും ഏവ സർവം വ്യരുന്ധ വൈരഭിശുനേ യജ്ഞേ സ്വസുതാം വ്യമാനീത് ച. ഇവിടെ ദക്ഷ പ്രജാപതിമാരുടെ അധിപതിയാക്കി മാറ്റുകയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ. അതായത് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ അധ്യായം 2 മുതൽ 7 വരെ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ആ ദക്ഷയാഗ കഥ ഇനിയുള്ള 2 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുകയാണ്. അതായത് 9ഉം 10ഉം ശ്ലോകങ്ങളിൽ. ഈ ശ്ലോകം മുതലാണ് ദക്ഷയാഗ ചരിതം. നമ്മൾ നരനാരായണന്മാരെ ഇത്രയും ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഇനി ദക്ഷയാഗത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് ഈ 2 ശ്ലോകങ്ങളിൽ. ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്ധോ ദക്ഷഃ തു ധാതുഹു. ഇവിടെ നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ മകനാണ് ദക്ഷൻ അല്ലേ. ആ ദക്ഷനെ അച്ഛനായ ബ്രഹ്മാവ് കുറച്ചധികം ലാളിച്ചാണ് വളർത്തിയത്. നമ്മൾ പറയില്ലേ ലാളിച്ച് വഷളാക്കിയെന്ന്. അതുപോലെ ദക്ഷനും ഇത്തിരി അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലാളിച്ച് വഷളാക്കിയതുപോലെയാണ് ദക്ഷൻ്റെ പെരുമാറ്റം. അപ്പോൾ അതിലാളനയ രജോന്ധഃ. രജോ എന്ന് പറഞ്ഞിരിക്കുന്ന രാജസം, ആ രജോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് അന്ധനായിപ്പോയി എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രഹ്മാവിൻ്റെ അമിത ലാളന കൊണ്ട്. ഇവിടെ ആ വിവേകശൂന്യനായിട്ട് പ്രവർത്തിച്ചു. നാത്യാദൃതസ്ത്വൈ എന്താണ് ചെയ്ത്? കഷ്ടമശാന്തിരാസീത്. അങ്ങയുടെ അവതാരമാണല്ലോ ഈ ശിവൻ, ഗിരീശൻ, അംശ അവതാരമാണ്. ഇവിടെ ദക്ഷൻ്റെ കഥയാണ് നമ്മളിതിൽ പറയുന്നത്. ദക്ഷൻ്റെ മകളായ പാർവതിയെയാണ് ആര് വിവാഹം ചെയ്തിരിക്കുന്നത്? ഗിരീശൻ. അതാണ് പറഞ്ഞു വരുന്നത്. നാത്യാദൃത ബ്രഹ്മാവിനാൽ പോലും പരിത്യക്തനായി, ത്വയിച്ച അങ്ങയോട് പോലും അശാന്തിരാസീത് കഷ്ടം ആസീത് ഉണ്ടായി. അശാന്തിഹി എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ പെരുമാറാതിരിക്കുക. അങ്ങയുടെ അംശാവതാരമാണ് ഈ ശിവനും. ആ ശിവനോട് പോലും വിനയമോ മര്യാദയോ കാണിക്കാത്തവനായി. ഇവിടെ അങ്ങയുടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ മേൽപ്പത്തൂർ ആ ഗുരുവായൂരപ്പനോട് പറയുന്നതാണിത്. 16-ാം ദശകം എന്ന് പറഞ്ഞാൽ 16-ാമത്തെ ദിവസം ആ ഗുരുവായൂരപ്പനോട് ഈ ശ്ലോകം എഴുതുമ്പോൾ സംസാരിക്കുകയാണ്. അതാണ് അങ്ങയുടെ അവതാരമാണല്ലോ ശിവൻ. ആ ശിവനോട് പോലും മര്യാദയോ വിനയമോ കാണിക്കാതെ. നാത്യാദൃത എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. നാത്യാദൃതസ്ത്വൈജ കഷ്ടം അശാന്തിരാസീത്. ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ കഷ്ടം എന്ന് പറയാണ്. യേന വിരുന്ധ സഭവത്തനുമേവ സർവം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അശാന്തിഹി ആസീത് കഷ്ടം. ബ്രഹ്മാവിനാൽ പരിത്യക്തനായി നിന്തിരുവടിയിൽ പോലും വിനയരഹിതനായി തീർന്നു എന്ന് പറഞ്ഞാൽ വിനയത്തെ കാണിച്ചില്ല. കഷ്ടം. ഇങ്ങനെ ഏന സഹ ഭവത്തനും ഏവ. ഈ അവിനയം കൊണ്ട് ദക്ഷൻ അവിടുത്തെ മൂർത്തി തന്നെയായ ശിവനെ ദ്വേഷിച്ചു എന്ന് പറയുകയാണ്. ദ്വേഷിച്ചു എന്ന് പറഞ്ഞാൽ വിരോധം ഭാവിച്ചു. വൈരഭിശുനേ യജ്ഞേ, അതായത് യജ്ഞേജ വൈരഭിശുനേ സ്വസുതാംഭ്യമാനേത്. ഇവിടെ ഈ വരുന്ധ എന്ന് പറഞ്ഞാൽ ദ്വേഷിച്ചു. ഏന സഹ ഈ അവിനയം കൊണ്ട്, ഇങ്ങനെ ദ്വേഷിച്ചതുകൊണ്ട് വിനയമില്ലാത്തവനായി സഹ ഭവത്തനുഹു എന്ന് പറഞ്ഞാൽ ആ അങ്ങയുടെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അവതാരം തന്നെയാണ് ശിവൻ. ആ ശിവനെ പോലും ദ്വേഷിച്ചു. യജ്ഞേജ വൈരഭിശുനേ സ്വസുതാം വ്യമാനീത്. വ്യമാനീത് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തം പുത്രി, സ്വസുതാം എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രിയെ തന്നെ അപമാനിക്കുകയും ചെയ്തു. അത് എപ്പോഴാണ് അപമാനിച്ചത് എന്ന് വെച്ചാൽ വൈരഭിശുനേ യജ്ഞേ, ശിവനെ വിരോധിയായി കാണിക്കാനും ശിവനെ അപമാനിക്കാനും നടത്തിയ ആ യജ്ഞത്തിൽ വെച്ചാണ്
ശിവൻ്റെ ഭാര്യ, അതായത് സ്വന്തം പുത്രിയായ പാർവതിയെ ദക്ഷൻ അപമാനിച്ചത്. അതായത് ഒരിക്കൽ പ്രജാപതിമാരുടെ യാഗം നടത്തുകയായിരുന്നു. അങ്ങോട്ട് ദക്ഷൻ കടന്നു ചെന്നപ്പോൾ ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ വന്ദിച്ചു. അപ്പോൾ ദക്ഷ പ്രജാപതിയാണല്ലോ, തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ചതിന് ശേഷം ആ സദസ്സിലിരുന്നു. തൻ്റെ ജാമാതാവായ ശിവൻ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കുകയോ വന്ദിക്കുകയോ ഒന്നും ചെയ്യാത്തതിൽ ഈ അമ്മയച്ഛനാണല്ലോ ദക്ഷന് ന്യായമായിട്ടും കോപം വന്നു. ശിവനെ ആ സദസ്സിൽ നല്ലപോലെ അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. പകരം ശിവനെ മനഃപൂർവ്വം അപമാനിക്കാനായിട്ട് ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയും ആ യാഗഫലമായ ഹവിസിൻ്റെ ഭാഗം എല്ലാ ദേവന്മാർക്കും അവകാശപ്പെട്ടതാണെന്നിരിക്കെ ശിവന് മാത്രം കൊടുക്കാതെ അപമാനിക്കാനായിരുന്നു ദക്ഷൻ പ്ലാൻ ചെയ്തിരുന്നു. അതിനായിട്ട് യാഗം നടത്തുന്ന വിവരം സ്വന്തം മകളായ ഈ പാർവതിയെ അറിയിച്ചതുമില്ല. യാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞ സതി ശ്രീപരമേശ്വരൻ്റെ ഉപദേശം പോകരുത് എന്ന് പറഞ്ഞിട്ട് അത് മാനിക്കാതെ യജ്ഞത്തിന് പോകുന്നു. അവിടെ വെച്ച് ഈ പിതാവായ ദക്ഷനാൽ അപമാനിതയായി സതി ഹോമകുണ്ഡത്തിലെ തീയിൽ ചാടി ആ ദേഹത്യാഗം ചെയ്യുകയാണ് ഭഗവാൻ. അങ്ങനെ അതാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൻ്റെ സമ്മറി. അപ്പോൾ നമുക്കിനി 10ാമത്തെ ശ്ലോകം നോക്കാം. ക്രുദ്ധേശമർദിതമഖ സതുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാധതലബ്ജീവ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികരവാഹി മരുത്പുരേശ. ക്രുദ്ധേശമർദിതമഖ സതുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാധതലബ്ധജീവ ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ഇവിടെ സഹ തു ക്രുദ്ധേശമർദിതമഖഃ കൃത്തശീർഷഃ അഥ ദേവപ്രസാദിതരഹരാത് ലബ്ധജീവഃ. ദേവപ്രസാദിതഹരാത് എന്നാണ് കേട്ടോ. അപ്പോൾ ദേവപ്രസാദിതഹരാത് ഹരനിൽ നിന്ന് ലബ്ധജീവഃ ത്വത്പൂരിത ക്രതുവരഃ പുനഃ ശാന്തിം ആപ. ഹേ പ്രശാന്തികര മരുത്പുരേശ സഹ ത്വം പാഹി. ഇവിടെ സഹ തു ആ ദക്ഷനാകട്ടെ ക്രുദ്ധേശമർദിതമഖ കോപിച്ച ശിവനാൽ. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പാർവതിയെ അപമാനിച്ച് പാർവതി ദേഹത്യാഗം ചെയ്തു. അതറിഞ്ഞ് കോപിച്ച ശിവൻ എന്ത് ചെയ്തു? മഖം എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞം എന്നാണ്. മർദ്ദിതമഖം എന്ന് പറഞ്ഞാൽ ഇവിടെ യാഗശാലയിലേക്ക് പാഞ്ഞു അതെല്ലാം നശിപ്പിച്ചു. പക്ഷേ ശിവനല്ല നശിപ്പിക്കുന്നത്. ശിവൻ്റെ ജടയിൽ നിന്നും ആ ജട പറിച്ച് ക്രുദ്ധനായ ശിവൻ നിലത്തടിക്കുക. അതിൽ നിന്നൊരു വീരഭദ്രൻ എന്ന വീരഭദ്രൻ ഒരു രക്ഷസാണ് അല്ലേ. വീരഭദ്രനെ സൃഷ്ടിച്ചിട്ട് ആ അത്യുഗ്രമായ ശൈവ തേജസ്സോടുകൂടിയാണ് വീരഭദ്രനെ സൃഷ്ടിക്കുന്നത്. ആ തന്നിലുള്ള തേജസ് മുഴുവൻ പകർന്ന് വീരഭദ്രനാണ് യജ്ഞം തകർക്കുന്നതും ദക്ഷൻ്റെ കഴുത്ത് അറുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആ കഴുത്തറുത്തിട്ട് പിന്നീട് ദേവന്മാരെല്ലാം അവിടെ താണ്ഡവ നൃത്തം ആടുകയാണ്. ആ താണ്ഡവം നൃത്തം ആടി, അതായത് അതിക്രുദ്ധനായിട്ട് ആ ദേവന്മാർ ആ ശിവനെ ശാന്തനാക്കാൻ വേണ്ടി സ്തുതിക്കുകയാണ്. ആ സ്തുതി കേട്ട് പ്രസന്നനായ ശ്രീ പരമേശ്വരൻ ആ ദക്ഷൻ്റെ കണ്ഠത്തിൽ ഒരു ആടിൻ്റെ തല വെച്ച് അദ്ദേഹത്തിന് ജീവൻ വീണ്ടും കൊടുക്കുകയും ആ ഭഗവത് പ്രസാദത്താൽ പിന്നീട് യജ്ഞം മുഴുവിക്കാൻ ദക്ഷന് സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ദേവപ്രസാദിതഹരാത്, ആ പ്രസാദിപ്പിക്കപ്പെട്ടു, ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ടിട്ട് ഹരനിൽ നിന്ന് ലബ്ധജീവ ജീവൻ കിട്ടിയിട്ട് ത്വത്പൂരിത ക്രതുവരഃ വീണ്ടും യജ്ഞം പൂർത്തിയാക്കുന്നു. പുനരാപ ശാന്തിം പുനഃ ആപ, അതായത് പിന്നീട് സമാധാനപ്പെടുകയാണ്, ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. ഇനി ഹേ പ്രശാന്തികര, ഇത് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയുന്നതാണ്. എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. ഗുരുവായൂരപ്പ കൃഷ്ണ പാഹി പാഹി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗുരുവായൂരപ്പ പാഹി മാം പാഹി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശുഭദിനം നേരുന്നു. നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസമാകട്ടെ എന്ന്.